ജീവൻ രക്ഷിച്ച ഒരു സംഭവം നിങ്ങളോട് അറിയിക്കാനാണ് ഇന്ന് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. സൃഷ്ടാവ് നൽകുന്ന പ്രകൃതിയിലെ ഒരു അത്ഭുതമാണ് ഈ ജീവൻ. അതിനെ നൽകാനും എടുക്കാനും അത് സൃഷ്ടാവിൻ്റെ അധികാരത്തിൽ മാത്രം നിൽക്കുന്ന കാര്യമാണ്. സ്വാഭാവികമായും പലപ്പോഴും മനുഷ്യൻ അതിൽ കൈകടത്തി കൊലപാതകം നടത്താറുണ്ട്. ഒരു കൊലപാതകത്തിൽ നിന്നും ഒരു ജീവനെ സംരക്ഷിച്ച സംഭവമാണ് ഇന്നലെ ഞാൻ കേട്ടത്. വല്ലാത്ത സന്തോഷം തോന്നി. നിങ്ങളോടും അത് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു അലോപ്പതി ഡോക്ടർ അക്യുപങ്ക്ചറിസ്റ്റിൻ്റെ അടുക്കലേക്ക് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് വന്നത് അവരുടെ ഉള്ളിലൊരു ജീവനുണ്ട്. അലോപ്പതിയിൽ സ്കാൻ ചെയ്തപ്പോൾ അതിനെ കൊന്നു കളഞ്ഞേക്കാനാണ്, അബോർട്ട് ചെയ്ത് കളഞ്ഞേക്കാനാണത്രേ അവർ പറഞ്ഞത്. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടക്കുമ്പോഴാണ് ആരോ അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ ജീവനെ കൊല്ലരുത്, നിങ്ങളൊരു അക്യുപങ്ക്ചറിസ്റ്റിൻ്റെ അടുക്കൽ പോയി സജഷൻ ചോദിക്കുക. അങ്ങനെ എനിക്കറിയുന്ന ഒരു അക്യുപങ്ക്ചറിസ്റ്റിൻ്റെ അടുക്കൽ പോയി അഭിപ്രായം ചോദിച്ചു. അക്യുപങ്ക്ചറിസ്റ്റ് ഒരു ജീവനെ കൊലപ്പെടുത്തുന്നതിൻ്റെ അപകടവും സ്വാഭാവികമായി ജീവൻ പൊലിയുന്ന ഒരു സാഹചര്യം ഓരോ ശരീരത്തിനും ഉണ്ടെന്നും അത് പോകലാണ് അതിൻ്റെ ആവശ്യമെങ്കിൽ ആ ജീവൻ സ്വാഭാവികമായി നഷ്ടപ്പെടും, അതിനെ കൊലപ്പെടുത്തൽ ഒരിക്കലും നല്ലതല്ല എന്ന കാര്യം അവരോട് അറിയിച്ചു. അങ്ങനെ അലോപ്പതിയുടെ ഒപ്പീനിയനെ തള്ളിക്കൊണ്ട് അക്യുപങ്ക്ചറിസ്റ്റ് പറഞ്ഞതനുസരിച്ച് ആ ഗർഭകാലയളവ് അവർ വളരെ സ്വസ്ഥമായി മുന്നോട്ട് കൊണ്ടുപോകുകയും അവർ പ്രസവിക്കുകയും ചെയ്തു. പ്രസവിച്ച് പുറത്ത് വന്ന കുഞ്ഞ് കണ്ണുകൾ തുറക്കുന്നില്ലത്രേ. കണ്ണുകൾ തുറക്കാത്ത ആ കുഞ്ഞിനെ അവിടെ വെന്റിലേറ്ററിലോ ICUലോ മറ്റോ വെക്കാനും അതുപോലെ തന്നെ അവിടുത്തെ മറ്റ് അലോപ്പതിക്കാർക്ക് പഠിക്കാനായി കുഞ്ഞിനെ ജീവനുള്ള ഈ ശരീരം നൽകണമെന്നും ആവശ്യപ്പെട്ടപ്പോൾ മറ്റൊരു അലോപ്പതി ഡോക്ടറായ ആ ഭർത്താവ് അതിന് അനുവദിച്ചില്ല. നിങ്ങൾക്ക് പഠിക്കാൻ ഒരിക്കലും ഈ ശരീരം തരില്ല, ഈ കുഞ്ഞിൻ്റെ ജീവൻ പോകുന്നത് വരെ ഞങ്ങൾക്ക് നോക്കണം. കണ്ണുകൾ തുറക്കാത്ത കുഞ്ഞ് പാല് കുടിക്കുമായിരുന്നു അത്രേ. ഏകദേശം 10 ദിവസത്തോളം ആ ഉമ്മ മാറോടണച്ച് അതിന് പാല് കൊടുക്കുകയും അതിൻ്റെ ഉറക്കങ്ങളും കരച്ചിലും ഉണർച്ചയും എല്ലാം ആസ്വദിക്കുകയും ചെയ്തതിന് ശേഷം 11ാം ദിനം അതിൻ്റെ ജീവൻ ആ ശരീരത്തിൽ നിന്നും സ്വാഭാവികമായി പൊലിഞ്ഞു അത്രേ. വളരെ സംതൃപ്തിയിലാണ് ആ അലോപ്പതി ഡോക്ടർമാരുള്ളത്. എന്താണെന്നല്ലേ, ഉള്ളിലിട്ട് കൊന്നു കളഞ്ഞിട്ടില്ല. പ്രകൃതിപരമായി ആ പ്രസവം, ആ ഗർഭധാരണം പൂർത്തിയാക്കുകയും പ്രസവിക്കുകയും അതിനെ മാറോടണച്ച് അതിൻ്റെ ആത്മബന്ധം പുലർത്തിക്കൊണ്ട് അതിൻ്റെ ജീവനുള്ളിടത്തോളം അതിനെ പൊന്നുപോലെ നോക്കി. ഇവിടെ മറ്റൊരു വിഷയമുണ്ട്. പ്രസവിച്ചതിന് ശേഷം മരണപ്പെട്ട കുട്ടികളുടെ കണക്കിലേക്ക് ഈ കുഞ്ഞിൻ്റെ കണക്കും വരും. അങ്ങനെ നോക്കുമ്പോൾ ബെർത്ത് മോർട്ടാലിറ്റിയിലേക്ക് ഈ കുഞ്ഞിൻ്റെ കണക്ക് വരും. ഇതുപോലെ എത്രയെത്ര കുഞ്ഞുങ്ങളെയാണ് ഈ ബെർത്ത് കണക്കൊപ്പിക്കാൻ വേണ്ടിയിട്ട് വയറ്റിനുള്ളിൽ വെച്ച് കൊന്നുകളയുന്നത്. നമുക്ക് കണക്കൊപ്പിക്കലല്ല ആവശ്യം. അതല്ല ആരോഗ്യ കേരളം, ആരോഗ്യ ഇന്ത്യയെ ജനങ്ങൾക്ക് കാണിക്കാനുള്ള വഴി. മറിച്ച് സ്വസ്ഥമായ ജനനം, സുഖമായൊരു ജീവിതം, ശാന്തമായ മരണം, അതൊക്കെയും അതിൻ്റേതായ മുറയ്ക്ക് നടക്കട്ടെ. അതല്ലാതെ ചൂഷണങ്ങൾക്ക് പോയി കൊലപ്പെടുത്തുന്ന ഒരു സിസ്റ്റത്തിലേക്ക് നിന്ന് കൊടുക്കേണ്ട ആവശ്യമേയില്ല. മറ്റുള്ളവരെന്തു പറയും എന്ന് പറഞ്ഞുകൊണ്ടും ഒരിക്കലും കൊലപാതകം ഒരിക്കലും പരിഹാരമല്ല. സ്വാഭാവിക മരണം സംഭവിക്കുമ്പോൾ ആരും എന്തും പറഞ്ഞോട്ടെ, അക്യുപങ്ക്ചറിനെ കുറ്റപ്പെടുത്തിക്കോട്ടെ. പക്ഷേ അതിൻ്റെ പേരിലൊന്നും ഒരിക്കലും ഒരു അക്യുപങ്ക്ചറിസ്റ്റും ഒരു കൊലയ്ക്കും കൂട്ടുനിൽക്കാൻ പാടില്ല. സ്വാഭാവിക മരണത്തെ ഭയപ്പെടാനോ മറ്റുള്ളവർ ഭയപ്പെടുത്തുന്നത് കേട്ടിട്ട് അവരോട് സിമ്പതി തോന്നുക എന്നല്ലാതെ അവർക്കനുസരിച്ച് മാറി ചിന്തിക്കേണ്ട ഒരിക്കലും ഒരു ഘട്ടവും വരാൻ പാടില്ല. സ്വസ്ഥമായി ജനിക്കട്ടെ, സുഖമായി ജീവിക്കട്ടെ, ശാന്തമായി മരിക്കട്ടെ. അത് ഏത് പ്രായത്തിലായാലും.